ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എലിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് വെച്ച വൻപയറാണ് കേട്ടോ. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ പയറൊക്കെ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കണം. ഇവിടെ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് മത്തങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതാണ് വേണ്ടത്. ഇത് തേങ്ങ ചിരകിയിലെ പകുതി ഭാഗം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. പിന്നീട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മളിതിൽ തേങ്ങയുടെ അളവൊന്നും തീരെ കുറയ്ക്കണ്ട കേട്ടോ. എത്ര ഇതിൽ നമ്മളിങ്ങനെ തേങ്ങ വറുക്കുന്നവോ അത്രയും ടേസ്റ്റാണ് നമ്മളുടെ എലിശ്ശേരിക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ നമ്മളുടെ എലിശ്ശേരിയൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ആ മൺചട്ടിയിലോട്ട് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമുക്കിതിൽ ഉപ്പൊന്ന് ഈ നേരത്തൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പൊന്നും പാകമായിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ എലിശ്ശേരിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വീണ്ടും യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതവിടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മത്തങ്ങ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.